ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും രാമനും അപ്പോൾ ഈ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറലായിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ അൺസാൾട്ടഡ് ബട്ടർ, അതായത് അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബണ്ണൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മധുരം എത്രയാണോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളത്. അങ്ങനെ അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു പാനിൽ പാത്രത്തിൽ പാൽ വെച്ചിട്ടുണ്ട്, അതിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാതെ സൂക്ഷിക്കണേ. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടു വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു 2-3 ഡ്രോപ്പ് ഓഫ് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും മതി കേട്ടോ, അത് ഓപ്ഷണലാണ്. പിന്നെ ഇപ്പുറത്തൊരടുപ്പത്ത് പാത്രത്തിൽ കുറച്ച് വെള്ളവും, പിന്നെ നമ്മൾ സ്പൈസസ് വാങ്ങുമ്പോൾ ഒരു സ്റ്റാർ പോലത്തെ സാധനം കിട്ടില്ല, അതിൻ്റെ പേര് എനിക്കറിയില്ല, അതും ഏലക്കായും പട്ടയും പിന്നെ ആവശ്യത്തിന് ചായപ്പൊടിയും ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കത് തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഇവിടെ ബട്ടറും ചൂടായിട്ടുണ്ട്, ബണ്ണും ചൂടായിട്ടുണ്ട്. പിന്നെ പാലും അടുപ്പത്തുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ തിളച്ചത് ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ച് ആ പാലിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചില വീഡിയോസിൽ കണ്ടു ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ എന്താ പറയുക, വലിയ കുക്കറൊക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാനപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ബണ്ണ് വിട്ടു പോകാത്ത രീതിയിൽ നമ്മൾ നടുവിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് അതിൽ ബട്ടർ തേക്കാണ്ടോ. ഞാൻ ക്യാമറ പിടിക്കാനായിട്ട് രാമൻകുട്ടൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതാണ് കറക്റ്റായിട്ട് മര്യാദക്ക് വിഷ്വൽസ് കിട്ടാൻ ചിലത്. അപ്പോൾ എല്ലാ ബണ്ണിലും ബട്ടർ തേച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതും നമ്മൾ ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ മുന്നേ ഇതൊക്കെ ഇങ്ങനെ ക്രീം ബണ്ണും വീട്ടിലാണെങ്കിൽ നമ്മളിത് മുന്നേ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് ബൺ മസ്ക എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബട്ടറും ചീസും വെണ്ണയും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ ഈ ബട്ടറും വെണ്ണയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിലെല്ലാവരും കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.